NDTVയുടെ സർവേ ഫലം വന്നിട്ടുണ്ട്. അതിൽ പറയുന്ന പിണറായി വിജയനേക്കാൾ എന്താ പറയുക ജനസമ്മതി ഉള്ളത് VD സതീശനാണെന്നാ. അതിനെപ്പറ്റി രമേശ് ചെന്നിത്തലയോട് ചോദിക്കുമ്പോൾ ചെന്നിത്തല എന്താ പറയേണ്ടത്? അയാൾ കോൺഗ്രസിന്റെ നേതാവല്ലേ? അതെ, പിണറായി വിജയനേക്കാൾ സമ്മതി അയാൾ VDS നാണെന്നല്ലേ പറയേണ്ടത്. പക്ഷെ പുള്ളി അങ്ങനല്ല പറയുന്നത്. പുള്ളി എന്താ പറയുന്നത്? ഇതേതോ പണിയില്ലാത്ത ആൾക്കാരുണ്ടാക്കിയ തട്ടിപ്പ് സർവേ ആണെന്നാ പറയുന്നത്. രമേശ് ചെന്നിത്തലയാ പറയുന്നത്. വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും അറഞ്ചം പുറഞ്ഞും VD സതീശനെ ആക്രമിക്കുന്നുണ്ട്. അബിൻ വർക്കിയുടെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവാണ്. അവരുടെ തന്നെ സർവേ പ്രകാരം മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആണ്. എന്നിട്ട് അബിൻ വർക്കിയോട് ഇവർ രണ്ടുപേരും കോൺഗ്രസിനെ വിമർശിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അബിൻ പറയുന്നത് കോൺഗ്രസിനെ വിമർശിക്കുന്നില്ല എന്നാണ്. ഡോക്ടർ പ്രേംകുമാർ, ഇപ്പോൾ ഇവിടെ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ ഒരു പരാതി പറഞ്ഞു. അത് ഇടതുപക്ഷത്തെ ന്യൂനപക്ഷ വിരുദ്ധരായി ചിത്രീകരിക്കുകയാണ്. അതിനുള്ള നറേറ്റീവുകൾ എമ്പാടും പരക്കുകയാണ്. അതിൻ്റെ മുഖ്യ സൂത്രധാരൻ കനകോലുവാണ് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടെങ്കിൽ അതിന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്, അതിന് സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത്, അതിന് കത്തിച്ചു കൊടുക്കുന്നത് ആരാണ്? ഇപ്പോൾ AK ബാലൻ ഇവിടെ പറഞ്ഞ ആ മാറാട് പ്രസ്താവന, ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരമന്ത്രിയാകും UDF അധികാരത്തിലെത്തിയാലെന്ന് പറഞ്ഞു. അതുപോലെ മാറാട് കലാപം ഉണ്ടാവുമെന്ന് പറഞ്ഞു. കനകോലുവോ അതല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയോ സ്വാധീനിച്ചിട്ടാണോ AK ബാലൻ അങ്ങനെ പറഞ്ഞത്? സജി ചെറിയാന്റെ കാര്യം ഇവിടെ നമ്മൾ ഉദ്ധരിച്ചു. CPM നേതാക്കൾ ആവർത്തിച്ച് പറയുന്ന, മുന്നോട്ട് വെക്കുന്ന നറേറ്റീവ് ഉണ്ട്. അപ്പോ ആരാണ് ന്യൂനപക്ഷ വിരുദ്ധരായി CPM-നെ ചിത്രീകരിക്കുന്നത്? സ്വന്തം നേതാക്കളുടെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു പാർട്ടി അങ്ങനെ പരിതപിച്ചിട്ട് പരാതി പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല അഭിലാഷ്, ആ ഒരു സാധനത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നത് ശരിയല്ല. അതായത് 10 വർഷക്കാലം കേരളം ഭരിച്ചത് CPM നേതൃത്വം കൊടുക്കുന്ന LDF ഗവൺമെന്റ് ആണ്. അതിനുശേഷം നടക്കുന്ന ഇലക്ഷനിൽ സ്വാഭാവികമായിട്ടും സർക്കാരിനെ പറ്റിയുള്ള അസസ്മെന്റ് ആണ് ഡിസ്കസ് ചെയ്യപ്പെടേണ്ടത്. അതാണ് അതിൻ്റെ ഒരു സാധാരണ രീതി. പക്ഷെ നമുക്കറിയാം ഇലക്ഷൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് ഡിസ്കഷൻസ് ഒന്നും അതിലല്ല. അങ്ങനെ ഡിസ്കഷൻസ് പോകുന്നതിൻ്റെ അകത്ത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കൃത്യമായ റോൾ ഉണ്ട്. അത് വളരെ സത്യമാണ്. ഇന്നിപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും അവസാനം വന്നിട്ടുള്ള ഒരു ഇലക്ഷൻ റിസൾട്ട് എന്താ പറയുക, സർവേ റിപ്പോർട്ട് പോലും നമുക്കറിയാം എങ്ങനെയാണ് അത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടതെന്നുള്ളത്, എത്രത്തോളം ഫോൾസ് ആണ് അതെന്നുള്ളത്. അങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ട്. ആ നെറേറ്റീവിൻ്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷം എന്നുള്ളത് എന്താ പറയുക ന്യൂനപക്ഷ വിരുദ്ധമാണെന്നും നിരന്തരമായിട്ട് അബിൻ വർക്കിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പിണറായി വിജയൻ സംഘപരിവാറിനോടൊപ്പമാണെന്ന്. എന്നിട്ടാണ് പറയുന്നത് ഞങ്ങൾ ഈ വർഗീയത പറയുന്നില്ല എന്നുള്ളത്. പക്ഷേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന SNDP NSSന്റെ സംയോജിപ്പ്, അവർ ഒന്നിച്ച് പത്രസമ്മേളനം നടത്തുന്നു, ഇനി അല്ലെങ്കിൽ ഇപ്പുറത്താണെങ്കിലും ഇവർക്കൊന്നും സത്യത്തിൽ എന്താ പറയുക ഇലക്ഷൻ മാൻഡേറ്റിനെ, ഇലക്ഷൻ പ്രോസസ്സിനെ സ്വാധീനിക്കാനുള്ള വലിയ കഴിവുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. ഞാൻ പേഴ്സണലി വിചാരിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ സാമുദായികമായിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ട് കേരളത്തിൽ, കുറെ മതപരമായിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അത് വോട്ടിംഗ് പാറ്റേണിനെ ബാധിക്കാറുണ്ട് എന്നുള്ള സത്യമായിരിക്കാം. പക്ഷേ ഈ മുഴുവൻ ഈഴവരുടെയും ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള താക്കോല് വെള്ളാപ്പള്ളി നടേശന്റെ കയ്യിലോ, നായന്മാർ മുഴുവൻ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് NSSന്റെ സംസ്ഥാനത്താണോ തീരുമാനിക്കുന്നത് എന്നുള്ളത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ തന്നെ വർത്തമാനകാല ചരിത്രത്തിൽ അതിന് ഉദാഹരണമുണ്ട്. പക്ഷേ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ഒരുമിച്ച് നിന്ന് ഒരാളെ എതിർത്താൽ അയാൾക്കുണ്ടാകുന്ന വലിയ പോപ്പുലാരിറ്റി യഥാർത്ഥത്തിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യം ഉണ്ടാവാനുള്ള വലിയ സാധ്യത ഞാൻ കാണുന്നുണ്ട്. അല്ല, തീർച്ചയായിട്ടും അഭിലാഷ്, അത് മാത്രമല്ല അതിന്റെ സാമർഥ്യം. അതായത് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും അറഞ്ചം പുറഞ്ഞും VD സതീശനെ ആക്രമിക്കുന്നുണ്ട്. അബിൻ വർക്കിയുടെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവാണ്. അവരുടെ തന്നെ സർവേ പ്രകാരം മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആണ്. എന്നിട്ട് അബിൻ വർക്കിയോട് ഇവർ രണ്ടുപേരും കോൺഗ്രസിനെ വിമർശിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അബിൻ പറയുന്നത് കോൺഗ്രസിനെ വിമർശിക്കുന്നില്ല എന്നാണ്. അതെന്താ, VD സതീശൻ ഇങ്ങനെ വാരി വലിച്ചിട്ട് ചീത്ത പറഞ്ഞാൽ, തെറി വിളിച്ചാൽ അത് കോൺഗ്രസിന്റെ അക്രമമായിട്ട് ഇവർ കാണാത്ത എന്തുകൊണ്ടാ? ഇന്ന് നോക്കൂ നിങ്ങൾ, NDTVയുടെ സർവേ ഫലം വന്നിട്ടുണ്ട്. അതിൽ പറയുന്ന പിണറായി വിജയനേക്കാൾ എന്താ പറയുക ജനസമ്മതി ഉള്ളത് VD സതീശനാണെന്നാ. അതിനെപ്പറ്റി രമേശ് ചെന്നിത്തലയോട് ചോദിക്കുമ്പോൾ ചെന്നിത്തല എന്താ പറയേണ്ടത്? അയാൾ കോൺഗ്രസിന്റെ നേതാവല്ലേ? അതെ, പിണറായി വിജയനേക്കാൾ സമ്മതി അയാൾ VDS നാണെന്നല്ലേ പറയേണ്ടത്. പക്ഷെ പുള്ളി അങ്ങനല്ല പറയുന്നത്. പുള്ളി എന്താ പറയുന്നത്? ഇതേതോ പണിയില്ലാത്ത ആൾക്കാരുണ്ടാക്കിയ തട്ടിപ്പ് സർവേ ആണെന്നാ പറയുന്നത്. രമേശ് ചെന്നിത്തലയാ പറയുന്നത്, ഇപ്പുറത്ത് CPM-ന്റെ കൂടെയുള്ള ആളുകളല്ല. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. VD സതീശനെ പറഞ്ഞോട്ടെ, KC വേണുഗോപാൽ പറയരുത് എന്നുള്ളതാവാം, രമേശ് ചെന്നിത്തലയെ ചത്താലും ഇങ്ങനെ പറയില്ല എന്നുള്ളതാവാം. ഇത് അതിന്റെ ഉള്ളിലുള്ള കുറെ സാധനങ്ങൾ കൂടെ. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, നായന്മാരാർക്കാ വോട്ട് ചെയ്യുക എന്നുള്ളത് പെരുന്നയിൽ നിന്നോ അല്ലെങ്കിൽ ഈഴവരാർക്കാ വോട്ട് ചെയ്യുക എന്നുള്ളത് കണിച്ചുകുളങ്ങരയിൽ നിന്നോ അല്ല തീരുമാനിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ
ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. വളരെ ക്രിട്ടിക്കലായ സമയങ്ങളിലെല്ലാം ഇടതുപക്ഷമായിരുന്നാലും CPM ആയിരുന്നാലും എടുത്ത നിലപാട് എന്തായിരുന്നു എന്ന്. അത്തരം സമയങ്ങളിൽ എങ്ങനെയാണ് UDF-ഉം കോൺഗ്രസും ഒക്കെ ഒന്നും പറയാതെ അപ്പുറത്തും ഇപ്പുറത്തും ഇല്ലാതെ നിന്നതെന്നുള്ളതും ആളുകൾക്ക് അറിയാവുന്നത്. ഈ ന്യൂനപക്ഷങ്ങൾ എന്നൊക്കെ പറയുന്നത് മുസ്ലിംസ് ആയിരുന്നാലും ക്രിസ്ത്യൻസ് ആയിരുന്നാലും ആരായിരുന്നാലും അവരെയൊക്കെ നമുക്ക് എങ്ങനെ എന്താ പറയുക പാമ്പർ ചെയ്തിട്ട് അവരുടെ ബോധ്യത്തിനെയൊക്കെ മാറ്റാൻ പറ്റുമെന്ന് അത് LDF ആയിരുന്നാലും UDF ആയിരുന്നാലും വിചാരിക്കുന്നത് വെറുതെയാണെന്നാ ഞാൻ കരുതുന്നത്. കാരണം അവർക്ക് കൃത്യമായിട്ട് അറിയാം അവരുടെ കൂടെ നിൽക്കുന്നത് ആരാണ്, ക്രിട്ടിക്കലായുള്ള സമയങ്ങളിൽ ആരാണ് നിന്നത് എന്നുള്ളത്. ഇത്തരം പ്രസ്താവനകൾ കൊണ്ടോ ഇത്തരം ക്യാമ്പയിനുകൾ കൊണ്ടോ അത് അത്തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പ്രീ ഇലക്ഷൻ ക്യാമ്പയിനെ അത് മലീമസമാക്കും. അത് നിലവിൽ തന്നെ കേരളത്തിൽ അങ്ങനെ ആവുന്നുണ്ട്. കാരണം വസ്തുതകളാണെങ്കിൽ പോലും അത് പറയാൻ പറ്റില്ലാത്ത അവസ്ഥ. സജി ചെറിയാൻ മിനിസ്റ്ററുടെ പ്രസ്താവനയെ പറ്റി അഭിലാഷ് എന്ന പറയുന്നത് കേട്ടു. കാസർഗോഡ് ഇലക്ഷൻ പാറ്റേൺ എടുത്താൽ നമുക്ക് ഭീതി ഉണ്ടാവുന്ന അവസ്ഥയുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത്. പക്ഷേ അതൊരു CPM-ന്റെ ഉന്നതനായ ഒരു നേതാവ് പറയുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ഭയങ്കരമാണ്. ആ കാര്യത്തിൽ കുറച്ചുകൂടെ ജാഗ്രത കാണിക്കേണ്ടതുണ്ട് എന്നുള്ളത് പാർട്ടി തന്നെ മനസ്സിലാക്കിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് സജി ചെറിയാൻ മിനിസ്റ്ററോട് തിരുത്താൻ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇത് ഇടതുപക്ഷത്തിനെതിരെ CPM-നെതിരെ എന്തെങ്കിലും കിട്ടിയാൽ അത് കംപ്ലീറ്റ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം അപ്പുറത്ത് ഫങ്ഷനിങ് ആണ്. ചെറുതായി നിങ്ങൾ പോലും ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ പോലും ആ തരത്തിൽ വരും. പിന്നെ ഈ സാമുദായിക എന്താ പറയാ പരിഗണനകൾ പൊളിറ്റിക്സിലേക്ക് വരരുതെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അബിൻ വർക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്നതായിരുന്നു നമ്മളെല്ലാവരും വിചാരിച്ചത്. അബിൻ എന്തുകൊണ്ടാണ് പ്രസിഡന്റ് ആവാതെ പോയി എന്നുള്ളതിന്റെ കാര്യത്തെ പറ്റിയും കേരള സമൂഹം അഭിലാഷം നമ്മളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരം ഇൻഫ്ലുവൻസ് പൊളിറ്റിക്സിൽ ഉണ്ടാവരുത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കുകയും വേണ്ടത്. ശരി, എന്തായാലും സജി ചെറിയാൻ പറഞ്ഞ വാചകത്തെ കുറിച്ച്, അതായത് ഈ ആളുകളുടെ പേര് നോക്കിയാൽ അറിയാമല്ലോ എന്ന് പറഞ്ഞതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്, ഉത്തരേന്ത്യയിലൊക്കെ വേഷം കണ്ടാൽ ആളുകളെ മനസ്സിലാവുമല്ലോ എന്ന് BJP പറഞ്ഞതുപോലെയാണ് എന്നുകൂടി പറഞ്ഞു. കട്ട് ചെയ്ത് ഉള്ള ക്ലിപ്പ് കാണുമ്പോഴാണ് ചില കാര്യങ്ങൾ മാത്രം കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സജി ചെറിയാൻ പറഞ്ഞ വാക്കുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ ചില കാര്യങ്ങൾ, അതിലെ ക്രക്സ് അഡ്രസ് ചെയ്യേണ്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് കാസർഗോഡിന്റെ കോൺടെക്സ്റ്റിൽ എന്നാണ് പറഞ്ഞത്. അതെ, അത് തന്നെയാണ് അഭിലാഷ് ഞാനും പറഞ്ഞത്. റിയാലിറ്റി ഉണ്ടെങ്കിൽ പോലും പറയുന്നതിനുള്ള പരിമിതി ഭയങ്കരമാണ് ഇപ്പോഴത്തെ കേരളത്തിൽ. മാത്രമല്ല ചെറിയ സ്ലിപ്പ് ഉണ്ടായാൽ പോലും അത് ഭീകരമായ ഇഷ്യൂസ് ആവുകയും ചെയ്യും. ഇത് ഈ ഒരു ഡിസ്കഷൻ മലീമസമാക്കിയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, വർത്തമാനം പറയുമ്പോൾ വർത്തമാനം പറയാൻ അറിയുന്ന ആളുകളെ അതാത് പാർട്ടികൾ നിയോഗിച്ചാലേ കാര്യങ്ങൾ ഈ നിലയിലാവാതിരിക്കൂ എന്ന പ്രശ്നം കൂടി